ഹായ് ഫ്രണ്ട്സ്, നോളജ് ഫാക്ടറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് മെയ് 21-ലെയും 22-ലെയും കറണ്ട് അഫയേഴ്സ് ഒരുമിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള 10 ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ സ്വയം കണ്ടെത്താൻ നോക്കുക. നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. ഇത് നിങ്ങൾക്ക് റിവിഷനാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വിച്ച് സോങ് ഹാസ് ബീൻ അനൗൺസ്ഡ് ആസ് ദ ഒഫീഷ്യൽ സോങ് ഓഫ് 2022 ICC വിമൻസ് വേൾഡ് കപ്പ്? 2022 ICC വിമൻസ് വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ സോങ് ഏതെന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പാഗൽ ദുൽഹസ്തി ആൻഡ് ലോവർ കർണാലി പ്രോജക്റ്റ് ഈസ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി? പാഗൽ ദുൽഹസ്തി ലോവർ കർണാലി പ്രോജക്റ്റ് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലാണെന്നാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, റിസ് അഹമ്മദ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് മുസ്ലിം ടു ബി നോമിനേറ്റഡ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ ഇൻ ഓസ്കാർ ആൻഡ് ഹി ഹാസ് ബീൻ നോമിനേറ്റഡ് ഫോർ ഹിസ് റോൾ ഇൻ വിച്ച് മൂവി? അപ്പോൾ റിസ് അഹമ്മദിന് ആണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഫസ്റ്റ് മുസ്ലിം പേഴ്സൺ റിസ് അഹമ്മദാണ് ടു നോമിനേറ്റഡ് ഫോർ ദ ബെസ്റ്റ് ആക്ടർ ഇൻ ഓസ്കാർ. ഓസ്കാറിൽ ബെസ്റ്റ് ആക്ടറിന് നോമിനേഷൻ കിട്ടിയ ഫസ്റ്റ് മുസ്ലിമാണ് റിസ് അഹമ്മദ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ നോമിനേഷൻ കിട്ടിയത് ഏത് മൂവിയിൽ നിന്നാണെന്നാണ് ചോദ്യം. നാലാമത്തെ ചോദ്യം, ഷഹീദ് അഷ്റഫുള്ള ഖാൻ പാർക്ക് ഹാസ് ബീൻ ഇനാഗുറേറ്റഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? അപ്പോൾ ഷഹീദ് അഷ്റഫുള്ള ഖാൻ പാർക്ക് ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നാണ് ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, അംബോളി റീജിയൻ ഇൻ വെസ്റ്റ് ഗാട്സ് ഇൻ സിന്ധുദുർഗ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സ്റ്റേറ്റ് ബൈ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഓക്കെ, അപ്പോൾ അംബോളി റീജിയൻ, വെസ്റ്റേൺ ഗാട്സിലെ അംബോളി റീജിയൻ സിന്ധുദുർഗിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്നാണ് ചോദ്യം. ആറാമത്തെ ചോദ്യം, ഹൂ ഹാസ് അസ്യൂംഡ് ദറ്റ് അഡീഷണൽ ചാർജ് ആസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ONGC? അപ്പോൾ ONGCയുടെ പുതിയ അഡീഷണൽ ചാർജ് കിട്ടിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായ വ്യക്തിയാരെന്നാണ് ചോദ്യം. ഏഴാമത്തെ ചോദ്യം, ഹൂ വിൽ ബി ഓണേർഡ് വിത്ത് 51st ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? ഓക്കെ. എട്ടാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഹാസ് ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് ഇന്ത്യസ് ഫസ്റ്റ് ഗവൺമെൻറ് റൺ ആംബുലൻസ് നെറ്റ്വർക്ക് ഫോർ അനിമൽസ്? അനിമൽസിന് വേണ്ടി ഫസ്റ്റ് ഗവൺമെൻറ് റൺ ആംബുലൻസ് നെറ്റ്വർക്ക് കൊണ്ടുവരുന്നത് ഏത് സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. ഓൺ വിച്ച് ഡേ വേൾഡ് ഫോറസ്റ്റ് ഡേ ഈസ് ഒബ്സർവ്ഡ്? വേൾഡ് ഫോറസ്റ്റ് ഡേ എന്നാണ് ഒബ്സർവ് ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. പത്താമത്തെ ചോദ്യം, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനാഗുറേറ്റഡ് ന്യൂ മജിസ്റ്റേഴ്സ് കോർട്ട് ബിൽഡിംഗ് ആൻഡ് വിച്ച് ഈസ് വിത്ത് അസിസ്റ്റൻസ് ഓഫ് വിച്ച് കൺട്രി? അപ്പോൾ പുതിയ മജിസ്റ്റേഴ്സ് കോർട്ട് ബിൽഡിംഗ് ഇന്ത്യ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ സഹായത്തോടു കൂടി ഏത് രാജ്യത്തിലാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ചോദ്യം. ഇതിൽ അറിയാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. Tashi Yangjom became the first Indian woman to scale Mt Everest in 2021. She belongs to which Indian state? അപ്പോൾ 2021 ആദ്യമായി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ വനിതയായിട്ട് മാറിയിരിക്കുകയാണ് താൻഷി യോങ്ജോം എന്ന് പറയുന്ന വനിത. അപ്പോൾ ഇദ്ദേഹമാണ് താൻഷി യോങ്ജോം. അപ്പോൾ ഇദ്ദേഹം ഏത് സ്റ്റേറ്റിലെന്നാണ് ചോദ്യം. ഇദ്ദേഹം അരുണാചൽ പ്രദേശിലെ വിമനാണ് താൻഷി യോങ്ജോം. അപ്പോൾ താൻഷി യോങ്ജോമാണ് ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ടു സ്കെയിൽ മൗണ്ട് എവറസ്റ്റ് ഇൻ 2021. 2021 കേസാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആലോക് രാജൻ ഷാ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ നെക്സ്റ്റ് അംബാസിഡർ ഓഫ് ഇന്ത്യ ടു വിച്ച് കൺട്രി? ആലോക് രാജൻ ഷായെ ഏത് രാജ്യത്തിൻ്റെ ഇന്ത്യൻ അംബാസിഡറായിട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം ബെലേറസ് ആണ്. അപ്പോൾ ബെലേറസിലെ നെക്സ്റ്റ് ഇന്ത്യൻ അംബാസിഡറാണ് ആരെന്ന് പറയുന്നത്, ആലോക് രാജൻ ഷാ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബെലേറസിലെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബെലേറസിലെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണ്? അലക്സാണ്ടർ ലുക്കാൻഷാക്കോയാണ്. അവിടുത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബെലേറസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മിൻസക്കാണ്. അതേപോലെ കറൻസി എന്ന് പറയുന്നത് ബെലേറൂഷ്യൻ റൂബിളാണ്. ഓക്കെ, അപ്പോൾ ബെലേറസ് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രിയാണ്. ബെലേറസ് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ കൺട്രിയാണ്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം, ONGC വിദേശ് ലിമിറ്റഡ് ഡിസ്കവേർഡ് ഫർസാദ്-B ഗ്യാസ് ഫീൽഡ് ഇൻ വിച്ച് കൺട്രി? അപ്പോൾ ONGC വിദേശ് ലിമിറ്റഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫർസാദ്-B ഗ്യാസ് ഫീൽഡ് എന്ന് പറയുന്നൊരു ഗ്യാസ് നിലയം കണ്ടെത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഏത് രാജ്യത്താണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. അത് ഇറാനിലാണ്. അപ്പോൾ ഇറാനിലാണ് ഫർസാദ്-B ഗ്യാസ് ഫീൽഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടെത്തിയത് ONGC വിദേശ് ലിമിറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നാലാമത്തെ ചോദ്യം, ഹൂ ഈസ് ദ ഓത്തർ ഓഫ് ദ ബുക്ക് ഫിലിപ്പ് റോത്ത് ദ ബയോഗ്രഫി? അപ്പോൾ ഫിലിപ്പ് റോത്ത് ദ ബയോഗ്രഫി എന്ന് പറയുന്ന ഈ പുസ്തകം എഴുതിയത് ആരെന്നാണ് ചോദ്യം. ഉത്തരമാരാണ്, ബ്ലാക്ക് ബെയ്ലിയാണ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ബെയ്ലിയുടെ പുസ്തകത്തിൻ്റെ പേരാണ് ഫിലിപ്പ് റോത്ത് ദ ബയോഗ്രഫി എന്ന് പറയുന്ന പുസ്തകം. അഞ്ചാമത്തെ ചോദ്യം,
Anatole Collinet Makosso, okay, Anatole Collinet Makosso has been appointed as a new Prime Minister of which country? അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററാണ് അൻറ്റോൾ കോളിറ്റ് മക്കോസോ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഉത്തരം റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ്. ഓക്കെ, റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ പുതിയ പ്രൈം മിനിസ്റ്ററിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? അൻറ്റോൾ കോളിറ്റ് മക്കോസോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നത്, അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോയും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യും. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ കുറച്ച് ഫാക്ടേഴ്സ് നോക്കാം. ഇതാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ഫ്ലാഗ് എന്ന് പറയുന്നത്. ലൊക്കേഷൻ ഞാൻ ഇതിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ ലൊക്കേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്നൊരു സെൻട്രൽ ആഫ്രിക്കൻ കൺട്രിയാണ്. അതേപോലത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബ്രസാവാലിയയാണ്. കറൻസി എന്ന് പറയുന്നത് സെൻട്രൽ ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ബ്രസാവാലിയ, കറൻസി എന്ന് പറയുന്നത് സെൻട്രൽ ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ്. ഇതാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ മാപ്പ്, ഫ്ലാഗ് എന്ന് പറയുന്നത്, മാപ്പ് എന്ന് പറയുന്നത് ഇതിനകത്തേക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എല്ലാം നോക്കുക. ആറാമത്തെ ചോദ്യം, ഹാരി ഗർണെ ഹാസ് അനൗൺസ്ഡ് ദ റിട്ടയർമെൻറ്റ് ഫ്രം ക്രിക്കറ്റ് ആൻഡ് ഹീ ഹെയിൽസ് ഫ്രം വിച്ച് കൺട്രി? അപ്പോൾ ഹാരി ഗർണെ, ഇദ്ദേഹമാണ് ഹാരി ഗർണെ. ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർമെൻറ്റ് വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഏത് രാജ്യത്തിനാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഇദ്ദേഹം ഇംഗ്ലണ്ടിലെ പ്ലെയർ ആരെന്ന് പറയുന്നത് ഹാരി ഗർണെ എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം, ഹസാരിബാഗ് റെയിൽവേ സ്റ്റേഷൻ ഈസ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഹസാരിബാഗ് റെയിൽവേ സ്റ്റേഷൻ ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലെന്നാണ് ചോദ്യം. ഉത്തരം ജാർഖണ്ഡാണ്. ജാർഖണ്ഡിലെ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ഹസാരിബാഗ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, ഹു ഹാസ് റിസീവ്ഡ് ദ സൂപ്പർ പ്രസ്റ്റീജിയസ് ഗ്ലോറി ഓഫ് ഇന്ത്യ അവാർഡ് 2020? 2020 സൂപ്പർ പ്രസ്റ്റീജിയസ് ഗ്ലോറി ഓഫ് ഇന്ത്യ അവാർഡ് കിട്ടിയത് ആർക്കെന്നാണ് ചോദ്യം. ഉത്തരം കുശാൽ കൗശികനാണ്. കുശാൽ കൗശികനാണ് സൂപ്പർ പ്രസ്റ്റീജിയസ് ഗ്ലോറി ഓഫ് ഇന്ത്യ അവാർഡ് 2020. അപ്പോൾ അത് കിട്ടിയതാരൊക്കെയാണ്? കുശാൽ കൗശികനാണ്. അപ്പോൾ എന്തിനാണ് ഈ സൂപ്പർ പ്രസ്റ്റീജിയസ് ഗ്ലോറി അവാർഡ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ദിസ് അവാർഡ് ഈസ് ഗിവൺ ടു ദ പ്രൊഫഷണൽസ് ആൻഡ് വെറ്ററൻസ് അക്രോസ് ദ ഡൈവേഴ്സ് ഫീൽഡ്സ് സ്ട്രീംസ് ടു റെക്കഗ്നൈസ് ദ എക്സലൻസ്, മെറിറ്റ് ആൻഡ് പ്രൊപ്പലിംഗ് ഓഫ് നാഷൻസ് ഗ്രോത്ത് ത്രൂ ദെയർ അച്ചീവ്മെൻറ്റ്സ്. രാജ്യത്തിൻ്റെ വളർച്ച സ്വന്തം അച്ചീവ്മെൻറ്റിലൂടെ രാജ്യത്തിന് വളർച്ച ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു തരം അവാർഡാണ് എന്തെന്ന് പറയുന്നത് സൂപ്പർ പ്രസ്റ്റീജിയസ് ഗ്ലോറി ഓഫ് ഇന്ത്യ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൗശികിന് അല്ലെങ്കിൽ കുശാൽ കൗശികിന് എന്തിനാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഗ്ലോബൽ സൈബർ സെക്യൂരിറ്റി ഫോറമാണ് ഈ ഒരു അവാർഡിന് ഇദ്ദേഹത്തെ ഫോർവേഡ് ചെയ്തത്. അപ്പോൾ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ സൈബർ സെക്യൂരിറ്റിക്ക് ഇദ്ദേഹം കൊടുത്ത അച്ചീവ്മെൻറ്റ്സിൻ്റെയൊക്കെ ഒരു ബേസിലാണ് ഇദ്ദേഹത്തിന് എന്ത് കൊടുത്തിട്ടുള്ളത്? സൂപ്പർ പ്രസ്റ്റീജിയസ് ഗ്ലോറി ഓഫ് ഇന്ത്യ അവാർഡ് 2020 കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്തതിന് ശേഷം ഈ ഡേറ്റാസ് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഒൻപതാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഇൻട്രൊഡ്യൂസ്ഡ് ന്യൂ വീഡിയോ സ്ട്രീമിംഗ് സർവീസ് ഇൻ ഇന്ത്യ കാൾഡ് ആസ് മിനി ടി വി? മിനി ടി വി എന്ന് പറയുന്ന പുതിയൊരു തരം വീഡിയോ സ്ട്രീമിംഗ് സർവീസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ആരെന്നാണ് ചോദ്യം. ഉത്തരം ആമസോൺ. അപ്പം ആമസോണാണ് മിനി ടി വി എന്ന് പറയുന്ന പുതിയൊരു തരം വീഡിയോ സ്ട്രീമിംഗ് സർവീസ് ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നത്. പത്താമത്തെ ചോദ്യം, ന്യൂ സ്നേക്ക് സ്പീഷീസ് നെയിംഡ് ആസ് പ്ലാറ്റിസെപ്പ് ജോസഫ് ഫിൽഹാസ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അപ്പോൾ ഇതാണ് പുതിയൊരു തരം പാമ്പിൻ്റെ പേരാണിത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ പാമ്പെന്ന് പറയുന്നത്. ഇതിന് ഏത് സ്റ്റേറ്റിലാണ് കണ്ടെത്തിയതെന്നാണ് ചോദ്യം. ഉത്തരം തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ഒരു ഹെപ്പറ്റോളജിസ്റ്റാണ് ആരെന്ന് പറയുന്നത് നവീൻ ജോസഫ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് സംബന്ധിച്ചാണ് ഈ പാമ്പിന് ആ പേര് കൊടുത്തിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം, ഹു ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ ടു വിൻ ദ മിക്സഡ് മാർഷൽ ആർട്ടിസ്റ്റ് ഓൺ ഹെവി വെയ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ ടു വിൻ മിക്സഡ് മാർഷൽ ആർട്സ് ഈ ഒരു അവാർഡ് കിട്ടിയ ഫസ്റ്റ് ഇന്ത്യൻ എന്ന് പറയുന്നത് അർജാൻ സിംഗ് ബുള്ളാറാണ്. ഓക്കെ, അപ്പോൾ അർജാൻ സിംഗ് ബുള്ളാറാണ് ഫസ്റ്റ് ഇന്ത്യൻ ഒറിജിൻ ടു വിൻ മിക്സഡ് മാർഷൽ ആർട്ടിസ്റ്റ്. അത് ഏതിലാണ്? ഹെവി വെയ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിലാണ് ഇദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. 12ാമത്തെ ചോദ്യം, വിച്ച് കൺട്രി ഹാസ് സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ന്യൂ ഓഷൻ ഒബ്സർവേഷൻ സാറ്റലൈറ്റ് കാൾഡ് ആസ് ഹയാങ് 2D? ഹയാങ് 2D എന്ന് പറയുന്ന ഫസ്റ്റ് ഓഷൻ ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ഏത് രാജ്യത്തിൻ്റേതാണെന്നാണ് ചോദ്യം. ഉത്തരം ചൈനയാണ്. അപ്പോൾ ചൈനയുടെ ആദ്യത്തെ ഓഷൻ ഒബ്സർവേഷൻ സാറ്റലൈറ്റിൻ്റെ പേരാണ് ഹയാങ് 2D എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ റോക്കറ്റൊക്കെ വിക്ഷേപിക്കുന്ന സെൻറ്റർ നമുക്ക് ISRO പോലെയാണ് അവിടെ ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചൈനീസ് നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ISRO പോലെ ചൈനയിലുള്ളതാണ് ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവരാണ് അവിടുത്തെ റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെ പരിപാടിയെല്ലാം നടത്തുന്നത്. പിന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് സാങ് കെജാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ആരാണ് ISROയിൽ ഇപ്പോഴത്തെ ചെയർമാൻ? ആരാണ് ISROയിൽ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. 13ാമത്തെ ചോദ്യം,
ദ ഏഷ്യ കപ്പ് T20 ടൂർണമെൻറ്റ്, ഇതൊരു ഫാക്റ്റാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, 2020 സെപ്റ്റംബറിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്നതായിരുന്നു ഏഷ്യ കപ്പ് T20 ടൂർണമെൻറ്റ്. ശ്രീലങ്കയിലായിരുന്നു ഇതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത്. അതിന് COVID-19 കാരണമാണ് നമ്മൾ ജൂൺ 2021 മാറ്റിയത്. പക്ഷേ ഇപ്പോൾ അത് പാൻഡമിക് കാരണം ഇൻഡെഫിനിറ്റ് ആയിട്ട് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. എപ്പോഴും നടത്തണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ആ ഒരു അറിയിപ്പാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സിലോട്ട് നമുക്ക് പോവാം. ഏത് സോങ്ങാണ് 2022 ICC വിമൻസ് വേൾഡ് കപ്പിൻ്റെ ഒഫീഷ്യൽ സോങ് ആയിട്ട് ഉദ്ദേശിക്കുന്നതാണ് ചോദ്യം. ഉത്തരം ഗേൾ ഗാങ് ആണ്. അതുപോലെ പാകൽ ദുൽഹസ്തിയും ലോവർ കർണാലി പ്രോജക്റ്റും ഏത് സ്റ്റേറ്റിലെന്നാണ് ചോദ്യം. അത് ജമ്മു കാശ്മീരിലാണ്. അതുപോലെ റിസ് അഹമ്മദ് ഫസ്റ്റ് മുസ്ലിം ഓസ്കാർ നോമിനേഷൻ കിട്ടിയ ഫസ്റ്റ് മുസ്ലിം ആക്ടറാണ്. ഇദ്ദേഹത്തിന് ഓസ്കാർ നോമിനേഷൻ കിട്ടിയ സൗണ്ട് ഓഫ് മെറ്റൽ എന്ന് പറയുന്ന മൂവിക്കാണ്. അതുപോലെ ഷഹീദ് അഷറഫുള്ള ഖാൻ പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഉത്തർപ്രദേശിലാണ്. അംബോളി റീജിയൻ, വെസ്റ്റ് ഗാട്ട്സിൽ അംബോളി റീജിയനും അതേപോലെ സിന്ധുദുർഗും ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അത് മഹാരാഷ്ട്രയിലാണ് ഈ ഒരു 2 റീജിയൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അഡീഷണൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ONGC അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന സുഭാഷ് കുമാറിനെയാണ്. 51ാമത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളത് രജനീകാന്തിനാണ്. ഇപ്പോഴത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളത് അക്ഷയ് കുമാറിനാണ്. മൂവി കാഞ്ചനയാണ്. അതേപോലെ 8ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ഗവൺമെൻറ് റൺ ആംബുലൻസ് നെറ്റ്വർക്ക് ഫോർ അനിമൽസിന് വേണ്ടി ഫസ്റ്റ് ഗവൺമെൻറ് റൺ ആംബുലൻസ് നെറ്റ്വർക്ക് കൊണ്ടുവരുന്നത് ആന്ധ്രാപ്രദേശാണ്. അതേപോലെ വേൾഡ് ഫോറസ്റ്റ് ഡേ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് മാർച്ച് 21 നമുക്കറിയാം. അതിൻ്റെ തീമെന്ന് പറയുന്നത് ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ എ പാത്ത് ടു റിക്കവറി ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്നതാണ് മാർച്ച് 21 വേൾഡ് ഫോറസ്റ്റ് ഡേയുടെ തീമെന്ന് പറയുന്നത്. ആ തീമെന്ന് വായിച്ച് വെച്ചേക്കുക. ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ എ പാത്ത് ടു റിക്കവറി ആൻഡ് വെൽബീയിങ്. ഓക്കെ. 10ാമത്തെ ചോദ്യം, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പുതിയ മജിസ്ട്രേറ്റ് കോർട്ട് ബിൽഡിംഗ് കൊണ്ടുവരുന്നത് ഏത് രാജ്യത്തെന്നാണ് ചോദ്യം. അത് സൈഷൽസിലാണ്. സൈഷൽസിൽ സർക്കാരിന് വേണ്ടി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ ഹെൽപ്പോടു കൂടിയാണ് ആ ഒരു മജിസ്ട്രേറ്റ് കോർട്ട് ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ക്വിസ് ക്വസ്റ്റ്യനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇന്നലത്തെ ക്വിസ് ക്വസ്റ്റ്യൻ അറിയാനായിട്ട് കഴിഞ്ഞ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്വിസ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് കൺട്രി ഹാസ് റീസെൻ്റ്ലി ഡെവലപ്ഡ് ഇറ്റ്സ് മോസ്റ്റ് പവർഫുൾ സൂപ്പർ കമ്പ്യൂട്ടർ സിമോഗർ. ഓക്കെ. അപ്പോൾ സിമോഗർ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ഈ ഒരു മോസ്റ്റ് സൂപ്പർ പവർ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തത് ഏത് രാജ്യമെന്ന് നിങ്ങൾ പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിന്നേഴ്സിനോടൊപ്പം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ തീർച്ചയായും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഗുഡ് ബൈ.